നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി മീൻ കറി വെക്കാം. ഞാനിന്ന് വെക്കാനായിട്ട് പോകുന്നത് കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണ്. മീൻ കറി വെക്കുന്നതിന് ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. മൺചട്ടി ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉലുവയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒരു 4 മിനിറ്റ് ഈ ചട്ടിക്കകത്തിട്ടൊന്ന് സോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി എല്ലാം നന്നായിട്ട് വാടി കിട്ടും. ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് വാടി വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു 4 പച്ചമുളകും ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിട്ട് ഒരൊറ്റ മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 കിലോ മീനാണ് കറി വെക്കുന്നത്, അതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയെല്ലാം ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് വളരെ ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ മുളക് പൊടിയെല്ലാം പച്ച മണം മാറി കിട്ടും. പൊടികളുടെ എല്ലാം പച്ച മണം മാറിയതിന് ശേഷം കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി, അതായത് ഒരു 4 കഷ്ണം കുടംപുളിയാണ് കുതിർത്ത് വെച്ചിരുന്നത്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ആ മസാലയിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കുടംപുളിയൊക്കെ ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് നമുക്ക് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നേ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 4 to 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അത് നമുക്ക് ചെറിയ തീയിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചട്ടി തുറന്ന് വെച്ച് ഒരു 10 to 12 മിനിറ്റ് വളരെ ചെറിയ തീയിലിട്ട് നമുക്ക് ചാറ് വറ്റിച്ചൊന്നെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. മീനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് കയ്യിലോ സ്പൂണോ ഇട്ടൊന്ന് ഇളക്കരുത്, മീൻ ഉടയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചട്ടി ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് കറക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കറിക്ക് നല്ലൊരു സ്വാദും നല്ലൊരു വാസനയും വരുന്നതിന് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി ഇതേ കൂട്ട് ഒന്ന് കറക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇല്ല, കട്ടക്കായമാണ് കയ്യിലുള്ളതെങ്കിൽ ആദ്യമേ ആ കടുക് വറക്കുന്നതിന് മുമ്പുള്ള സമയത്ത് നമുക്ക് ആ തിളച്ച എണ്ണയിലേക്ക് കട്ടക്കായ ഇട്ട് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വളരെ കുറച്ച്, അതായത് ഒരു 1/4 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഇതേ കൂട്ട് ഒഴിക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റുമാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 തണ്ട് കറിവേപ്പില ഇതേപോലെ നെടുകയൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരൊറ്റ മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മത്തി, അയല, ചൂര ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.